JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് ജില്ലകളിലെ ക്ലർക്ക് വേരിയസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെ സംബന്ധിച്ച് വിശദമായിട്ട് ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏകദേശം കട്ട് ഓഫ് മാർക്ക് എത്ര വരും, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം അനുസരിച്ച് ഓരോരുത്തർക്കും എത്ര മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പരമാവധി എത്ര മാർക്ക് വരെയൊക്കെ ഓരോരുത്തർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നൊക്കെ അവരുടെ ഓരോരുത്തരുടെയും മാർക്ക് എത്രയാണ് എന്നുള്ളതൊക്കെ കണക്ക് കൂട്ടിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ഓഫ് മാർക്കിലേക്ക് നമുക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിദ്യാപോഷണി സഭ സ്ഥാപിച്ചതാര്? സഹോദരൻ അയ്യപ്പനാണ്. അടുത്തത്, നിയമലംഘന പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നിയമലംഘനം പ്രസ്ഥാനത്തിൽ ഏർപ്പെട്ട ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക മാത്രമല്ല അവർ കൊണ്ടുവന്ന നിയമങ്ങൾ എതിർക്കുകയും ചെയ്തു. ഇതിന്റെ അകത്ത് ശരിയായത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു. വില്യമും മേരിയും അധികാരത്തിൽ വന്നു. ഏതു സംഭവവുമായി ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗ്ലോറിയസ് റവല്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ ലക്ഷ്യമല്ലാത്തത് ഏത്? അന്താരാഷ്ട്ര വ്യാപാരം നിയന്ത്രിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമായും സിലിക്കേറ്റ് ധാതുക്കൾ അടങ്ങിയതും ഭൂമിയുടെ വ്യാപ്തിയുടെ 84% വരുന്നതുമായ ഭൂമിയുടെ പാളി ഏതാണ്? മാൻഡിലാണ് ആൻസർ. മാൻഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്ന ഭൂമിശാസ്ത്രപരമായ രൂപീകരണത്തെ ഇനി പറയുന്ന ഏത് പ്രസ്താവനയാണ് ശരിയായി വിവരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിന്റെ അവസാനത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപപ്പെട്ട ഒരു വലിയ അഗ്നി പ്രവിശ്യയാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തില് പ്രധാനമായും കാണപ്പെടുന്നതും വിവിധ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നതും ടൈറ്റാനിയം ഡയോക്സൈഡ് പിഗ്മെന്റിന്റെ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതുമായ ധാതു ഏതാണ്? ഇൽമനൈറ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ സംരംഭത്തിന് കീഴിൽ സ്വത്തുക്കളുടെ ജിയോ ടാഗിംഗ് പൂർത്തിയാക്കിയ ആദ്യത്തെ സംസ്ഥാനത്തെ പദവി അടുത്തിടെ നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം? 1951. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗ് സ്ഥാപിതമായ വർഷം? 2015. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയില് GDP കണക്കാക്കുന്ന ആരാണ്? CSO. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ അടിസ്ഥാന വികസനവും വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് തുടങ്ങിയ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ഡിജിറ്റൽ ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർപേഴ്സൺ ആരാണ്? സുമൻ ബെറി. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകളുണ്ട്. അത് ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെയും മൂന്നാമത്തേതുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന വനിതകളിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാത്തത് ആര്? അക്കാമ ചെറിയാനാണ് അംഗമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, കൂടുതൽ അധികാരത്തോടു കൂടിയ കേന്ദ്ര ഗവൺമെന്റ് എന്ന ഇന്ത്യൻ ഫെഡറലിസം ഏത് ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപപ്പെടുത്തിയതാണ്? കാനഡ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 3 പ്രസ്താവനകളുണ്ട്. അതിനകത്ത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? രണ്ടാമത്തേതും മൂന്നാമത്തേതും മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തെ കുറിച്ച് പറയുന്നതിൽ സംസ്ഥാന ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? വനമാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത് എത്ര വർഷത്തേക്കാണ്? 4 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ്? ആരാണ്? പോർച്ചുഗൽ. അടുത്ത ക്വസ്റ്റ്യൻ,
കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് 3 പ്രസ്താവനകൾ? ഏതൊക്കെയാണ്? ഒന്നാമത്തേത് മാത്രമാണ് ശരിയായ പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, കാലക്രമത്തിൽ എഴുതുക. എങ്ങനെയാണ് എഴുതുന്നത്? ആദ്യം മൂന്നാമത്തേതാണ് വരുന്നത്, പണ്ടാരപ്പാട്ട വിളംബരം. അത് കഴിഞ്ഞ് ഒന്നാമത്തെ കൊച്ചി കുടിയാമ നിയമം. അടുത്ത ഏതാണ് വരുന്നത്? രണ്ടാമത്തെ മലബാർ കുടിയാമ നിയമം. അടുത്ത ഏതാണ്? കേരള സ്റ്റേ ഓഫ് എവിഷൻ പ്രൊസീഡിങ്സ് ആക്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 2007 മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവും നിയമത്തിലെ വകുപ്പുകളും അനുബന്ധ വ്യവസ്ഥകളും കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 2, 3, 4, 1. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 3 പ്രസ്താവനകളുണ്ട്. അതിനകത്ത് തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേത് മാത്രം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന സർവീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ശിക്ഷണ നടപടികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് 1960 ഭാഗം 5. അടുത്ത ക്വസ്റ്റ്യൻ, ആസാദി കാ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് വനിതകൾക്കായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച അമ്പാതി പദ്ധതി മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 കേരള ബഡ്ജറ്റിൽ പരാമർശിച്ചുള്ള ഉന്നതി മിഷൻ ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ളതാണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ. അടുത്ത ക്വസ്റ്റ്യൻ, കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മെലാട്ടോണിൻ ആണ്. മെലാട്ടോണിൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ 3 എക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെ? ഇന്തോ ബർമ, വടക്കുകിഴക്കൻ ഹിമാലയം, പശ്ചിമഘട്ടം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ജീവികം സിയുടെ പ്രസ്താവന അല്ലാത്തത് ഏത്? പാൽ, മുട്ട എന്നിവയിൽ കാണുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വർണ്ണാന്ധതയുള്ളവരെ സൈന്യത്തിലോ ഡ്രൈവർ, പൈലറ്റ് മുതലായ ജോലികൾക്കോ തിരഞ്ഞെടുക്കാറില്ല. കാരണം എന്ത്? കോൺ കോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ഉപകരണം EEG. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് 2 പ്രമേഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന എന്ത്? മുകളിൽ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോവിഷീൽഡ് എന്ന COVID-19 വാക്സിൻ വിപണിയിൽ നിന്നും പിൻവലിച്ചു. ഈ വാക്സിൻ നിർമ്മിച്ച കമ്പനി ഏത്? ആസ്ട്രാസെനക്കയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയെ സംരക്ഷിക്കുന്നതിനാണ് 2024 മെയ് മാസത്തിൽ മണിപ്പൂർ സർക്കാർ 30 ഏക്കർ പുൽമേട് അനുവദിച്ചത്? പോളോ പോണി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജമാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗോളീയ ദർപ്പണത്തിന് വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? 20 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഹൈഡ്രോളിക് ജാക്കിന്റെ പ്രവർത്തനം ഡാഷ് നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്? പാസ്കൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗൺ മെറ്റലിൽ അടങ്ങിയ ലോഹങ്ങൾ കോപ്പർ, ടിന്ന്, സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH 5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രീസിംഗ് മിശ്രിതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലവണം ടേബിൾ സാൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ് 2023 കണ്ടെത്തിയത്? ചിറാൽ ബോസ് ലിക്വിഡ് സ്റ്റേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്ന ബാറ്ററിയിൽ അടങ്ങിയ പ്രധാന മൂലകം ലിഥിയം. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 4, 3, 2, 1. 4, 3, 2, 1. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇരിയമൻ തമ്പിയുടെ ആട്ടക്കഥകളിൽ ഉൾപ്പെടാത്തത് ഏത്? തോരണ യുദ്ധം. ചേരുംപടി ചേർക്കുക. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ളത്? 4, 3, 2, 1. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മുസിരിസ് പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെടാത്തത് ഏത്? സെന്റ് ഫ്രാൻസിസ് പള്ളി, ഫോർട്ട് കൊച്ചി. അടുത്ത ക്വസ്റ്റ്യൻ, ധ്യാൻചന്ദ് പുരസ്കാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ അവതരിപ്പിക്കുന്ന ജീവാനന്ദം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസത്തോറും തുക തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യകരണ പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും വേഗതയേറിയ ട്രാൻസ്മിഷൻ മീഡിയ ഏത്? ഒപ്റ്റിക്കൽ ഫൈബർ കേബിള്. അടുത്ത ക്വസ്റ്റ്യൻ, സൈബർ ആക്രമണങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം രൂപകൽപ്പന ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? മായ OS. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ തന്നിരിക്കുന്നതിലെ ക്ലൗഡ് അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം ഏതെല്ലാം? മുകളിൽ പറഞ്ഞവ എല്ലാം. ഇമെയില്, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഗൂഗിൾ ഡ്രൈവ്, മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണം ഏത്? ബ്ലൂറേ ഡിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. ഇമെയിലിന്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഇമെയിൽ വഴി വൈറസ് വ്യാപനം നടക്കുകയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പോക്സോ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 2012. അടുത്ത ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കീഴിൽ സ്ഥാപിതമായ ബോഡികൾ ഏതാണ്? ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനങ്ങളിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമത്തിന് കീഴിൽ ഒരു പീഡനത്തിനിരയായ ഒരാൾക്ക് എന്ത് തരത്തിലുള്ള ആശ്വാസം തേടാനാകും? മുകളിൽ പറഞ്ഞവ എല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 നിയമപ്രകാരം സംരക്ഷണ ഉത്തരവ് ലംഘിക്കുന്നതിനുള്ള പരമാവധി ശിക്ഷ എന്താണ്? 1 വർഷം വരെ തടവോ 20,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും. അടുത്ത ക്വസ്റ്റ്യൻ. NHRC ചെയർപേഴ്സൺ ഉൾപ്പെടെ എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്നു? 6 അംഗങ്ങൾ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ഉൾപ്പെടുത്തിയാൽ അത് നിഷേധിക്കാവുന്നതാണ്. മുകളിൽ പറഞ്ഞവയെല്ലാം. അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വനിതാ കമ്മീഷൻ അതിന്റെ വാർഷിക റിപ്പോർട്ട് ഏത് ബോഡിക്കാണ് സമർപ്പിക്കേണ്ടത്? കേന്ദ്ര സർക്കാർ. അടുത്ത ക്വസ്റ്റ്യൻ. k+1/k-2 = 0. k greater than 0 ആയാൽ k⁻29 + 1/k⁻29 - 2 ന്റെ വില എത്രയാകും? 0. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 16/4 = 74. 35/7 = 85. 55/5 = 1011 ആയാൽ 49/7 എത്ര? 137. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. x-1/x = 1/2 ആയാൽ x not equal to 0 എന്തായിരിക്കും? 4x² + 4/x² ന്റെ വില എത്രയാണ്? 9 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വൃത്തത്തിന്റെ ആരം 50% വർദ്ധിപ്പിച്ചാൽ വിസ്തീർണത്തിന് എത്ര ശതമാനം വർധന ഉണ്ടാകും? 125%. അടുത്ത ക്വസ്റ്റ്യൻ. രാവിലെ 10 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി 180 ഡിഗ്രി ആകും? 3 തവണ. അടുത്ത ക്വസ്റ്റ്യൻ. 10 വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം? 10%. അടുത്ത ക്വസ്റ്റ്യൻ. 2000 ജനുവരി 1 ശനിയാണെങ്കിൽ 2006 ജനുവരി 1 ഏത് ദിവസമായിരിക്കും? ഞായറാഴ്ച, ഞായർ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്രേണി പൂർത്തിയാക്കുക ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. QOL. അടുത്ത ക്വസ്റ്റ്യൻ. ഒറ്റയാൻ ഏതാണ്? 875. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സമാന്തര ശ്രേണിയിൽ 7ാം പദത്തിന് 7 മടങ്ങ് അതിന്റെ തന്നെ 11ാം പദത്തിന് 11 മടങ്ങ് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ 18ാം പദം ഏത്? ഇവ ഒന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. Hurrah, we won the match. Identify the part of speech of the underlined word. ഏതാണ്? Interjection ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. The singular form of the word jeans is. Jeans ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Your marks are good. What you can do? Dash use the comparative degree of comparison of the underlined word. Better. അടുത്ത ക്വസ്റ്റ്യൻ. The test was dash use the appropriate phrasal verb. Put off. അടുത്ത ക്വസ്റ്റ്യൻ. The files fell dash the shelf. Use the correct preposition. Off. OFF. അടുത്ത ക്വസ്റ്റ്യൻ. The idiom once in a blue moon means rarely. അടുത്ത ക്വസ്റ്റ്യൻ. Antony of the word regular is irregular. We do our work. Choose the correct question tag. Don't we. അടുത്ത ക്വസ്റ്റ്യൻ. Expansion of etc is etc. Option A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. There is a long dash in front of the theater. Choose the correct spelling. Q. Option A ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പദം കണ്ടെത്തുക. അക്ഷൗഹിണി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നാഴികയുടെ 60 ഒരു പങ്ക് വിനാഴിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പിരിച്ചെഴുതുക. പരമോച്ച നില. പരമ അധികം ഉച്ച അധികം നില. അടുത്ത ക്വസ്റ്റ്യൻ. ശരിയായ പര്യായ കൂട്ടം കണ്ടെത്തുക. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദം ഏത്? അധ്യാത്മ, ഭൗതികം. നേരെ വാ നേരെ പോ എന്നതിന് അർത്ഥമാക്കുന്നത് എന്താണ്? സത്യസന്ധമായി പെരുമാറുക. ചേർത്ത് എഴുതുക. മലർ അധികം കളം അധികം എഴുതി പ്ലസ് കാത്ത അധികം ഒരു അധികം അരജൻ. ഏതാണ്? മലർക്കളം എഴുതി കാത്തോര രജൻ. അടുത്ത ക്വസ്റ്റ്യൻ. വൈരി, സ്ത്രീലിംഗം കണ്ടെത്തുക. വൈരിണി. അടുത്ത ക്വസ്റ്റ്യൻ. And it was at that age poetry arrived in search of me. ശരിയായ പരിഭാഷ ഏതാണ്? എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്.
ശരിയായി തിരഞ്ഞെടുക്കുക. അവർ കണ്ണീരിൽ കലർത്തി പറഞ്ഞ കഥ എന്നെ വികാരപരവശനാക്കി. അപ്പോൾ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചുള്ള PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. ഓരോരുത്തരും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച മാർക്കുകളും ഏതൊക്കെ ഭാഗമാണ് പ്രയാസമായിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അവർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. പൊതുവിജ്ഞാനത്തിൽ മൊത്തം നമുക്ക് 50 മാർക്കാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് കുറേയധികം ക്വസ്റ്റ്യനുകൾ വളരെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. PSC പലതവണയായിട്ട് ആവർത്തിക്കുന്ന ധാരാളം ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റി. എന്നാൽ കുറച്ച് ചോദ്യങ്ങൾ വളരെയധികം പ്രയാസമുള്ളതായിരുന്നു എന്ന ഒരു അഭിപ്രായവും ഉണ്ട്. കുറച്ച് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഓരോരുത്തരും പറഞ്ഞ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 32 മാർക്കാണ് അവർക്ക് പൊതുവിജ്ഞാനത്തിൽ നിന്ന് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നത്. 32 മാർക്ക് വരെയാണ്. അതായത് ആവറേജ് 40ഉം 45ഉം കിട്ടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആവറേജ് ഒരു 50 പേരുടെ ഫോൺ വിളിച്ചത് അല്ലെങ്കിൽ 50 പേരുടെ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരും 50 പേര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ആവറേജ് ആയിട്ട് എടുത്തത്. പൊതുവിജ്ഞാനത്തിന് പൊതുവെ ഒരു 32 മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾ കൂടുതലാണ്. അതുപോലെ തന്നെ ആനുകാലിക വിഷയങ്ങളിൽ 20 മാർക്കിൽ ഒരു 12 മാർക്ക് വരെ നേടാം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. 12 മാർക്ക് വരെ കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ധാരാളമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ആനുകാലിക വിഷയങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിച്ച അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ മറ്റു കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന പരീക്ഷയിൽ വെച്ച് കുറച്ചുകൂടിയൊക്കെ ക്വസ്റ്റിന് പ്രയാസമായിരുന്നു എന്നുള്ള ചില ആനുകാലിക വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗണിതത്തെ സംബന്ധിച്ച് ഗണിതം കുറച്ച് പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ 50% മാർക്കാണ് പല ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയത്. ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റാത്ത പല കുട്ടികളും ഉണ്ട്. അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ 5 മാർക്കാണ് പരമാവധി അതിന് ലഭിക്കാൻ സാധ്യത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും അത് പൊതുവെ അധികം പ്രയാസമുള്ള ചോദ്യങ്ങളല്ലായിരുന്നു എങ്കിലും കുറെ ആൾക്കാർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അത് 7 മാർക്ക് വരെ നേടാമെന്നാണ് അവർ പറയുന്നത്. മലയാളം പൊതുവെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. വളരെയധികം നന്നായിട്ട് അതെല്ലാം സ്കോർ ചെയ്തു. എങ്കിലും ഒരു 6 മാർക്ക് വരെയാണ് അവർ പരമാവധി അതിനു വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് എത്ര വരുമെന്ന് നോക്കാം. എക്സ്പെക്ടിങ് കട്ട് ഓഫ് മാർക്ക് 56നും 64നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായം അനുസരിച്ച് ഓരോരുത്തർക്കും 60ന് മുകളിലും എന്നാൽ 64നും താഴെയും കിട്ടിയ ഉദ്യോഗാർത്ഥികൾ ധാരാളമുണ്ട്. എന്നാൽ 56ന് മുകളിൽ മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളുമുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായത്തിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുകയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിലയിരുത്തിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിച്ചത്. ഏകദേശം ഒരു 56നും 64നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് പൊതുവെ സാധ്യത. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.